നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് നഗരസഭയിൽ വീണ്ടും പ്രതിപക്ഷ പ്രതിഷേധം. നഗരസഭാ ഓഫീസ് BJP പ്രവർത്തകർ ഉപരോധിച്ചു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള താൽക്കാലിക നിയമന ഇന്റർവ്യൂ DYFI പ്രവർത്തകരും റാങ്ക് ഹോൾഡേഴ്സ് അംഗങ്ങളും ചേർന്ന് തടഞ്ഞു. PSC റാങ്ക് ലിസ്റ്റ് നിലവിലിരിക്കെ താൽക്കാലിക നിയമനം നടത്തുന്നത് പ്രതിഷേധാർഹമാണെന്ന് പ്രവർത്തകർ. മാനദണ്ഡങ്ങൾ പാലിക്കാതെ ജീവനക്കാരനെ സ്ഥലം മാറ്റിയതിൽ BMSന്റെ പ്രതിഷേധം. കാസർഗോഡ് KSRTC ട്രാൻസ്പോർട്ട് ഓഫീസറെ പ്രവർത്തകർ ഘെരാവോ ചെയ്തു. റേഷൻ വ്യാപാരികൾ കടകളടച്ച് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ കാസർഗോഡ് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ. മലയോര മേഖലയിലെ റോഡുകളോടുള്ള സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചുള്ള ജനകീയ സമിതി സമരം ശക്തമാകുന്നു. സെക്രട്ടേറിയറ്റ് ധർണയും മലയോര ഹർത്താലും സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ. കുടിവെള്ളമില്ലാതെ മഞ്ചേശ്വരം കുച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത്. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച കുടിവെള്ള പദ്ധതിയുടെ വൈദ്യുത ബിൽ അടക്കാത്തതാണ് 75ഓളം കുടുംബങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. കേരള വിഷൻ സാറ്റലൈറ്റ് ചാനലാകുന്നു. ആലപ്പുഴയിൽ നടന്ന COA സംസ്ഥാന കൺവെൻഷനിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ അനുമതി പത്രം കൈമാറി. വിശദമായ വാർത്തകളിലേക്ക്. അഴിമതിക്കാരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ കാസർഗോഡ് നഗരസഭാ ഓഫീസ് ഉപരോധിച്ചു. ഉപരോധത്തെ തുടർന്ന് നഗരസഭാ കാര്യാലയത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു. കാസർഗോഡ് നഗരസഭയിൽ വ്യാപകമായ അഴിമതിയാണ്. കാസർഗോഡ് നഗരസഭയിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് ആരോപണം നേരിടുന്ന കൗൺസിലർമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് BJP പ്രവർത്തകർ നഗരസഭാ ഓഫീസ് ഉപരോധിച്ചത്. ഉപരോധ സമരത്തെ തുടർന്ന് ഓഫീസ് പ്രവർത്തനം മുടങ്ങി. ഉപരോധ സമരം BJP ദേശീയ സമിതി അംഗം CK പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. വികസന അധ്യക്ഷയുടെ പേര് തന്നെ അതിൽ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരൊന്ന് ആലോചിക്കട്ടെ. നാട്ടുകാർക്ക് കൊടുക്കേണ്ട പണം തനിക്ക് അവകാശമുണ്ടെങ്കിൽ പോലും തൽക്കാലം മാറ്റിവെക്കട്ടെ. അതിൽ അങ്ങനെ മാതൃക കാണിക്കട്ടെ. സ്വന്തം പേരിൽ തന്നെ ഭവനം, എല്ലാം സ്വന്തക്കാർക്ക് വേണ്ടി, വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി. സത്യത്തിൽ മുനിസിപ്പാലിറ്റിയിലെ ഭരണകക്ഷിയിലെ യുവാക്കന്മാരുണ്ട്. ആ യുവാക്കന്മാർക്ക് പോലും ഈ അഴിമതിയിൽ പ്രതിഷേധമുണ്ട്. ആ അഴിമതിയിൽ പ്രതിഷേധമുള്ള ഭരണകക്ഷിയിലെ യുവാക്കന്മാരുടെ ധാർമ്മികമായ പിന്തുണ ഈ സമരത്തിനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അഴിമതി വിഷയത്തിൽ മാസങ്ങളായി നഗരസഭയിൽ പ്രതിപക്ഷ ബഹളവും പ്രതിഷേധങ്ങളും തുടർന്നു വരികയാണ്. പരിപാടിയിൽ A സതീഷ് അധ്യക്ഷത വഹിച്ചു. K ശങ്കരൻ, ഹരീഷ് നാരമ്പാടി, കുണ്ട രവീശ തന്ത്രി, KT ജയറാം, അഡ്വക്കേറ്റ് സദാനന്ദ റായ്, സവിത ടീച്ചർ, ബാലകൃഷ്ണ ഷെട്ടി, PR സുനിൽ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. PSC റാങ്ക് ലിസ്റ്റ് നിലവിലിരിക്കെ താൽക്കാലിക നിയമനം നടത്താനുള്ള ഇന്റർവ്യൂ DYFI പ്രവർത്തകരും റാങ്ക് ഹോൾഡേഴ്സ് അംഗങ്ങളും തടഞ്ഞു. കാസർഗോഡ് പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിൽ നടന്ന ഇന്റർവ്യൂ ആണ് പ്രവർത്തകർ തടഞ്ഞത്. PSC റാങ്ക് ലിസ്റ്റ് നിലവിലിരിക്കെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലിക നിയമനം നടത്താനുള്ള ഇന്റർവ്യൂ ആണ് DYFIയും റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനും ചേർന്ന് തടസ്സപ്പെടുത്തിയത്. പൊതുമരാമത്ത് വകുപ്പിൽ 3rd ഗ്രേഡ് തസ്തികയിലേക്കുള്ള നിയമനത്തിൽ PSC റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. ഇത് മറികടന്ന് താൽക്കാലിക നിയമനത്തിനായുള്ള ഇന്റർവ്യൂ പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ നടക്കുമ്പോഴാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. നമുക്ക് അഭിപ്രായമില്ല. നമ്മൾ കൃത്യമായി പറഞ്ഞല്ലോ, റാങ്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റ് എടുക്കണം തന്നെയാണ് നമ്മുടെ സാർ ആ നിലയിലാണ് പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നത് നമുക്ക് വിഷയമില്ല. നമ്മള് DYFI ജില്ലാ പ്രസിഡന്റ് ശിവജി വെള്ളിക്കോത്ത്, K സബീഷ്, P ശിവപ്രസാദ്, റാങ്ക് ഹോൾഡേഴ്സ് ഭാരവാഹികളായ PM ശ്രുതി, പ്രദീപ് കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ഇന്റർവ്യൂ തടഞ്ഞത്. തുടർന്ന് ഇന്റർവ്യൂ മാറ്റിവെച്ചു. ജീവനക്കാരനെ അന്യായമായി സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ച് BMS തൊഴിലാളികൾ KSRTC ട്രാൻസ്പോർട്ട് ഓഫീസറെ ഉപരോധിച്ചു. KSRTC ട്രാൻസ്പോർട്ട് ഓഫീസർ മനോജിനെയാണ് ഉപരോധിച്ചത്. മാനദണ്ഡം പാലിക്കാതെ ജീവനക്കാരനെ അന്യായമായി സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ചായിരുന്നു KSRTC ട്രാൻസ്പോർട്ട് ഓഫീസർ മനോജിനെ ഉപരോധിച്ചത്.
BMS തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടത്തിയ ഉപരോധത്തിന് സംസ്ഥാന സെക്രട്ടറിമാരായ രാജേഷ്, ഗോപിനാഥ്, ജില്ലാ സെക്രട്ടറി ഗിരീഷ്, നിശാന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റേഷൻ വ്യാപാരികൾ കടകളടച്ച് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. സംസ്ഥാന വ്യാപകമായി നടത്തിയ ധർണാ സമരത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നെല്ലിക്കുന്ന് MLA നിർവഹിച്ചു. റേഷൻ വ്യാപാരികൾക്ക് സർക്കാർ പ്രതിനിധികളും റേഷൻ വ്യാപാരി സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയുടെ ഉടമ്പടി വ്യവസ്ഥകൾ പാലിക്കാത്തതിൽ പ്രതിഷേധിച്ച് റേഷൻ വ്യാപാരികൾ സംസ്ഥാന വ്യാപകമായി ധർണാ സമരം നടത്തി. കാസർഗോഡ് താലൂക്ക് സപ്ലൈ ഓഫീസിൽ നടത്തിയ ധർണാ സമരം നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം PDS വളരെയധികം മുമ്പന്തി നിൽക്കുകയാണ്. അതിൽ കേരളമാണ് ലോകത്തിന് തന്നെ മാതൃക. നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെക്കുറിച്ച് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അത് ഇന്ന് അവതാളത്തിലായിരിക്കുകയാണ്. കേന്ദ്രം കേരളത്തെയും കേരളം കേന്ദ്രത്തെയും കുറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആരുടെ ഭാഗത്ത് ആണ് ശരി, ആരുടെ ഭാഗത്താണ് ന്യായം, ആരുടെ ഭാഗത്താണ് അന്യായം, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നൊന്നും വിശകലനം ചെയ്യുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. നമുക്ക് നിലനിൽക്കാൻ സാധിക്കണം. കേരളത്തിലെ നിങ്ങളെപ്പോലെയുള്ള റേഷൻ ഡീലേഴ്സിന് ജീവിക്കാൻ സാധിക്കണം. ആ ഒരു ചുറ്റുപാടാണ് നമുക്ക് കേന്ദ്രമായാലും കേരളമായാലും ഉണ്ടാക്കി തരേണ്ടത്. അത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്, ഏത് ഗവൺമെൻറ് ആയാലും. പരിപാടിയിൽ ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് P. സതീശൻ ഇടവേലി അധ്യക്ഷത വഹിച്ചു. ധർണാ സമരത്തിൽ PA അബ്ദുൽ ഗഫൂർ, ബാലകൃഷ്ണ ബല്ലാൾ, ശങ്കർ ബള്ളിഗെ, ബാലകൃഷ്ണൻ കോട്ടൂർ, EK അബ്ദുള്ള, P. ലോഹിതാക്ഷൻ, കൃഷ്ണപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. മലയോര മേഖലയിലെ റോഡുകളോടുള്ള സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് ജനകീയ സമിതി സമരം ശക്തമാക്കുന്നു. ഫെബ്രുവരി 27-ന് സെക്രട്ടേറിയറ്റിൽ ധർണ സംഘടിപ്പിക്കാനും മാർച്ച് 7-ന് മലയോര ഹർത്താൽ നടത്താനും ജനകീയ സമിതി തീരുമാനിച്ചു. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മലയോര മേഖലയിലെ പ്രധാന റോഡുകൾ മാറി മാറി വരുന്ന സർക്കാരുകൾ അവഗണിക്കുന്നുവെന്നാരോപിച്ചാണ് മാർച്ച് 7-ന് ജനകീയ സമിതി മലയോര ഹർത്താൽ നടത്താൻ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ചെറുക്കള കല്ലടുക്ക റോഡിന് ബജറ്റിൽ ഫണ്ട് അനുവദിച്ചെങ്കിലും യാതൊരു നടപടിയും ഇതുവരെയും തുടങ്ങിയിട്ടില്ലെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യാത്ര ദുസ്സഹമായ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ബദിയടുക്ക PWD ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടന്നു വരികയാണ്. ഇതിന്റെ തുടർച്ചയാണ് ഫെബ്രുവരി 27-ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്താൻ യോഗം തീരുമാനിച്ചത്. 27-ാം തീയതി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഞങ്ങൾ സമരം ആരംഭിക്കുകയാണ്. കരച്ചിൽ സമരമാണ് അവിടെ നടത്താൻ വേണ്ടി പോകുന്നത്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ പോയി ഈ നാട്ടിലെ ജനങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് റോഡ് തരൂ എന്ന് പറഞ്ഞ് കരയാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. കരച്ചിൽ സമരം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മാർച്ച് 7-ാം തീയതി മലയോര മേഖലയിലെ പഞ്ചായത്തുകളിൽ ഹർത്താൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ റോഡിൽ ഇത്രയും മോശമായ റോഡിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെ ഓർമ്മിപ്പിക്കുന്ന പഴയ രൂപത്തിലുള്ള കാളവണ്ടിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് PW ഓഫീസിലേക്ക് കാളവണ്ടിയിലൂടെ വന്നുകൊണ്ട് പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ SN മയ്യ, മാഹിൻ കേളോട്ട്, K. അഹമ്മദ് ഷെരീഫ്, K. ഗിരീഷ്, അഷ്റഫ് മുനിയൂർ, PG ചന്ദ്രശേഖർ റായ്, K. ബാലകൃഷ്ണ ഷെട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. പാലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഭരണി മഹോത്സവത്തിന് ഫെബ്രുവരി 22-ന് തുടക്കമാകും. മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളും സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഉത്തര കേരളത്തിലെ പ്രസിദ്ധമായ പാലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഭരണി മഹോത്സവത്തിന് ഫെബ്രുവരി 22-ന് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 23-ന് ഭൂതബലി ഉത്സവത്തോടനുബന്ധിച്ച് കീഴൂർ കടപ്പുറം കുറുമ്പ ഭഗവതി ക്ഷേത്ര ഭജന സമിതി അവതരിപ്പിക്കുന്ന ഭജന, കലശാട്ട് തുടങ്ങി നിരവധി പരിപാടികളാണ് നടക്കുക. ഭരണി ഉത്സവത്തിന്റെ ഭാഗമായി കാഴ്ച സമർപ്പണവും നടക്കും. ഫെബ്രുവരി 26-ന് പുലർച്ചെയോടെ കൊടിയിറങ്ങി ഭണ്ണാര വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതോടെ ഭരണി മഹോത്സവത്തിന് സമാപനമാകും. ഉത്സവത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 25 മുതൽ പുലർച്ചെ വരെ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും പ്രത്യേക ബസ് സർവീസ് നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 22-ാം തീയതി രാത്രി കൊടിയേറി 26-ന് വെളുപ്പിന് കൊടിയിറങ്ങുന്നതോടുകൂടി അവസാനിക്കുകയാണ്. 5 തിരുമുൽക്കാഴ്ചകളാണ് ഇപ്രാവശ്യമുള്ളത്. 25-ാം തീയതിയാണ് തിരുമുൽക്കാഴ്ച സമർപ്പണം. എല്ലാവർക്കും അറിയാവുന്ന പോലെ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നാണ് പാലക്കുന്ന് ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവം. ഇപ്രാവശ്യം 2 ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഭൂതബലി ദിവസം ജ്യോത്സ്നയും വിധു പ്രതാപൊക്കെ നയിക്കുന്നൊരു മെഗാ ഗാനമേള. അതുപോലെ തന്നെ 24-ാം തീയതി രാത്രി ഒരു നൃത്തനിശ കലാതർപ്പണം അവതരിപ്പിക്കുന്ന നൃത്തശില്പമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങുന്നത്.
അതുപോലെ തന്നെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ 4:30 വിവിധ ഭജന സംഘങ്ങളുടെ ഭജന, അനുഷ്ഠാന ചടങ്ങുകളായ പൂരക്കളി, അതുപോലെ തന്നെ ഭൂതപുരിപ്പാട്ട്, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങാറുണ്ട്. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് കെ ബാലകൃഷ്ണൻ, ടി കണ്ണൻ ചെളിയങ്കോട്, കെ കുഞ്ഞിക്കണ്ണൻ കരിപ്പാടി, പി വി അശോക് കുമാർ, പി കുമാരൻ പള്ളിക്കര, ബാലകൃഷ്ണൻ കണ്ണംവയൽ, കൃഷ്ണൻ ചട്ടഞ്ചാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള വിഷൻ സാറ്റലൈറ്റ് ചാനലാകുന്നു. ആലപ്പുഴയിൽ നടന്ന COA സംസ്ഥാന കൺവെൻഷനിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ അനുമതി പത്രം കൈമാറി. ആലപ്പുഴ പമേര ഹോട്ടലിലെ NH അൻവർ നഗറിൽ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന കൺവെൻഷൻ 2ാം ദിവസം നടന്ന ചാനൽ അനുമതി സർട്ടിഫിക്കറ്റ് കൈമാറൽ ചടങ്ങ് സംസ്ഥാന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ടയിൽ പോയ വർഷം നടന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടാണ് രമേശ് ചെന്നിത്തല തന്റെ ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചത്. ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ഈ സംസ്ഥാന കൺവെൻഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം എനിക്കുണ്ട്. ഇവിടെ നേരത്തെ സ്വാഗതത്തിൽ ശ്രീ അബൂബക്കർ സിദ്ദിഖ് ചൂണ്ടിക്കാണിച്ച പോലെ കഴിഞ്ഞ തവണത്തെ സംസ്ഥാന സമ്മേളനം പത്തനംതിട്ടയിൽ വൻ പ്രകടനത്തോടെയാണ് അല്ലേ? നമുക്ക് ഇപ്പോൾ SMS അയക്കാം, നെറ്റിലൂടെ, അതോടൊപ്പം തന്നെ നമുക്ക് മെസ്സേജ് അയക്കാം. അപ്പൊ അതിവിപുലമായ ഒരു വളർച്ച കമ്മ്യൂണിക്കേഷൻസിന്റെ രംഗത്ത് വന്നിരിക്കുന്ന ഒരു കാലമാണ്. സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ രംഗത്തെ അതിവിപുലമായ വളർച്ചയെക്കുറിച്ച് ഓർമ്മിപ്പിച്ച അദ്ദേഹം സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ പ്രയോഗത്തിൽ വന്ന കാലമാണ് ഇതെന്നും സൂചിപ്പിച്ചു. കേരള വിഷൻ ചാനലിന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം അനുവദിച്ച സർട്ടിഫിക്കറ്റ് രമേശ് ചെന്നിത്തല കൈമാറി. ചാനലിന്റെ ചെയർമാൻ പ്രവീൺ മോഹൻ, MD രാജമോഹൻ എന്നിവർ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കുടുംബസഹായ വിതരണം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് G വേണുഗോപാൽ നിർവഹിച്ചു. KCCL ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ് സ്വാഗതവും COA ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സുധീർ പാമ്പാല നന്ദിയും പറഞ്ഞു. KCCLന്റെ സഹകമ്പനിയായ KCBLന്റെ നേതൃത്വത്തിലാണ് കേരള വിഷൻ സാറ്റലൈറ്റ് ചാനൽ ആരംഭിക്കുന്നത്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് കുച്ചിക്കാട് 3 വർഷം മുൻപ് ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച കുടിവെള്ള പദ്ധതിയുടെ വൈദ്യുത ബിൽ അടച്ചില്ല. കുടിവെള്ളമില്ലാതെ പ്രദേശത്തെ 75ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. മഞ്ചേശ്വരം പഞ്ചായത്തിൽ കുച്ചിക്കാട് കണ്ണുവാത്തീർത്തയിലാണ് 75 കുടുംബങ്ങൾ വെള്ളം കിട്ടാതെ ദുരിതം അനുഭവിക്കുന്നത്. പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് കുഴൽക്കിണറും പമ്പ് സെറ്റ് നിർമ്മിച്ചത്. എല്ലാ പ്രദേശത്തും പഞ്ചായത്ത് തന്നെ വൈദ്യുതി ബില്ലടക്കുമ്പോഴാണ് ഈ പ്രദേശത്ത് നാട്ടുകാർ തന്നെ തുക പിരിച്ച് ബില്ലടക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. എന്നാൽ തുക ഈടാക്കുന്നതിൽ വീഴ്ച വന്നതോടെ വൈദ്യുതി ബില്ല് അടക്കുന്നതും മുടങ്ങി. ഇതോടെയാണ് പ്രദേശവാസികളുടെ കുടിവെള്ളം മുട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ വെള്ളം വരുന്നില്ല. അപ്പോൾ അന്വേഷിക്കുമ്പോൾ കറണ്ട് ബില്ല് കെട്ടാത്തതുകൊണ്ട് എൻ്റെ ഫീസ് എടുത്ത് കൊണ്ടുപോയതുകൊണ്ട് വെള്ളം വിടുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വെള്ളമില്ല, ഈ പ്രാവശ്യം അത് കിട്ടിയില്ലെങ്കിൽ വെള്ളം വന്നില്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതിനെ ബന്ധപ്പെട്ടവർ ഇതിന് ഒരു നടപടിയെടുക്കുമെന്നാണ് പറയാനുള്ളത്. മാസങ്ങളായി നേരിടുന്ന ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ ബന്ധപ്പെട്ടവർ ഉടൻ ഇടപെടണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ബ്രഹ്മശ്രീ ഉളിയത്തായ വിഷ്ണു ആശ്രയുടെ നേതൃത്വത്തിൽ കൊറക്കോട് തറവാട് ക്ഷേത്രത്തിൽ ഏപ്രിൽ 2 മുതൽ 8 വരെ നടക്കുന്ന പ്രതിഷ്ഠാ കലശാഭിഷേകത്തിന്റെ ക്ഷണനാ പത്രിക വിതരണം ചെയ്തു. പത്രികയുടെ പ്രകാശന കർമ്മം ബ്രഹ്മശ്രീ ഉളിയത്തായ വിഷ്ണു ആശ്ര നിർവഹിച്ചു. കൊറക്കോട് തറവാട് ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രതിഷ്ഠാ കലശാഭിഷേക പരിപാടിയുടെ ക്ഷണന പത്രിക ബ്രഹ്മശ്രീ ഉളിയത്തായ വിഷ്ണു ആശ്ര പ്രകാശനം ചെയ്തു. വിശ്വനാഥ സുവർണ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ നിരഞ്ജന കൊറക്കോട് മുഖ്യാതിഥിയായി പങ്കെടുത്തു. നഗരസഭാംഗം KN നാഗർകട്ട, വെങ്കട്ടരമണ ഹൊള്ള, ബൽരാജ് മണ്ണമൂല തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. നിർദ്ദിഷ്ട കോട്ടച്ചേരി റെയിൽവേ മേൽപ്പാലത്തിന് സ്ഥലം വിട്ടു നൽകിയ സ്ഥലമുടമകൾക്ക് ആദരം. കോട്ടച്ചേരി റെയിൽവേ മേൽപ്പാല ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദരം സംഘടിപ്പിച്ചത്. നിർദ്ദിഷ്ട കോട്ടച്ചേരി റെയിൽവേ മേൽപ്പാലത്തിന് സ്ഥലം വിട്ടു നൽകിയ മുഴുവൻ സ്ഥലമുടമകളെയുമാണ് ആദരിച്ചത്. കോട്ടച്ചേരി റെയിൽവേ മേൽപ്പാല ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ വെച്ചാണ് ചടങ്ങ് നടന്നത്. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് P ദാമോദരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്ഥലമുടമകൾക്ക് വലിയൊരു പ്രത്യാശ നൽകുന്ന ഒരു വിശേഷം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യത്തിലും ഇടപെടാൻ വേണ്ടി കഴിയുന്ന ഒരു ആക്ഷൻ കമ്മിറ്റി, അതിൻ്റെ ഭാഗമായിട്ടാണ്. അതിലെല്ലാവരും ഉണ്ട്. അവരുടെ എല്ലാം കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ആക്ഷൻ കമ്മിറ്റിയെ സഹായിക്കുകയും സ്ഥലമുടമകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാനുള്ള ഇടപെടൽ നടത്തുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇത് പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്തുകൊണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം
വലിയൊരു വിജയകരമായ ഒരു കാര്യമായി തന്നെ ഞാൻ കാണുകയാണ്. മേൽപ്പാല ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ എച്ച് ശിവദത്ത് അധ്യക്ഷനായി. ആക്ഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ എ ഹമീദ് ഹാജി മേൽപ്പാല പ്രവർത്തനവുമായി ഇതുവരെ നടന്ന പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. അജാനൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഷീർ വെള്ളിക്കോത്ത്, കാഞ്ഞങ്ങാട് മുസ്ലിം യത്തീംഖാന പ്രസിഡന്റ് സി കുഞ്ഞബ്ദുള്ള, റെയിൽവേ മേൽപ്പാലം ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ, വി കമ്മാരൻ, എ വി രാമകൃഷ്ണൻ, കെ കെ വത്സലൻ, ടി മുഹമ്മദ് അസ്ലം, സി യൂസഫ് ഹാജി, പുത്തൂർ മുഹമ്മദ് കുഞ്ഞി ഹാജി, സുറൂർ മൊയ്തു ഹാജി, സി മുഹമ്മദ് കുഞ്ഞി, ഫാൻസി മുഹമ്മദ് കുഞ്ഞി, റിട്ടയർഡ് സ്റ്റേഷൻ മാസ്റ്റർ സി ഹംസ, എം എ റഹ്മാൻ മുട്ടുന്തല, സുശീല രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുവത്തൂർ കാടങ്കോട് ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിന് കാനറ ബാങ്കിന്റെ വക സ്കോളർഷിപ്പുകളും ഫർണിച്ചറും വിതരണോദ്ഘാടനം എം രാജഗോപാലൻ MLA നിർവഹിച്ചു. കനറ ബാങ്ക് ചെറുവത്തൂർ ശാഖയുടെ ആഭിമുഖ്യത്തിലാണ് പഠനത്തിൽ മികവ് കാട്ടിയ വിദ്യാർത്ഥികൾക്കുള്ള കനറ വിദ്യാജ്യോതി സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയത്. ബാങ്കിന്റെ സാമൂഹ്യ പ്രതിബദ്ധതാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് റൂമിലേക്കുള്ള ഫർണിച്ചറുകൾ നൽകി. എം രാജഗോപാലൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. സജീവ് 7ാം ക്ലാസ്, 8ാം ക്ലാസ്, സഞ്ജിമ സുന്ദര, ശങ്കരൻ, ഷൈമ ശങ്കരൻ 9ാം ക്ലാസ്. സാമ്പത്തിക ഇടപാടുകൾക്കും അപ്പുറം മനുഷ്യസ്നേഹ പ്രചോദിതമായ ബഹുമുഖമായ പ്രവർത്തനങ്ങൾ എടുക്കുകയും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ സഹായകരമായ ശ്രദ്ധേയമായ ചെറുതും വലുതുമായിട്ടുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, ആസൂത്രണം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായി. ഇവിടെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താനും പഠിക്കാൻ കൂടുതൽ തൽപരരാക്കുന്നതിനും ഉൾപ്പെടെ ഒരു പ്രേരക ശക്തിയായിട്ട് ഈ ചടങ്ങ് മാറുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ അധ്യക്ഷനായിരുന്നു. കനറ ബാങ്കിന്റെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ VK ശ്രീകാന്ത് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ PTA പ്രസിഡന്റ് TV കൃഷ്ണൻ, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ VV ചന്ദ്രൻ, സ്കൂൾ പ്രിൻസിപ്പാൾ V പവിത്രൻ, പ്രധാനാധ്യാപിക ദാക്ഷായണി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ VK രാജേഷ് എന്നിവർ സംസാരിച്ചു. കനറ ബാങ്ക് ഡിവിഷണൽ മാനേജർ M അശോകൻ സ്വാഗതവും കുന്നുങ്കൈ ബ്രാഞ്ച് മാനേജർ ശ്രീകുമാർ നന്ദിയും പറഞ്ഞു. പ്രീ പ്രൈമറി ടീച്ചർമാർക്കും ആയമാർക്കും മിനിമം വേതനം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് വെച്ചാണ് നടന്നത്. 2012 ശേഷം നിയമിക്കപ്പെട്ട മുഴുവൻ ജീവനക്കാരെയും സ്ഥിരപ്പെടുത്തണമെന്ന് സമ്മേളനത്തിലൂടെ ആവശ്യപ്പെട്ടു. CITU ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആ സർക്കാർ ഉത്തരവിനെ മറികടക്കാതെ കണ്ട് നമുക്ക് കഴിയും. ഇപ്പോൾ തരുന്നത് PT ആണ് നമുക്ക് ശമ്പളം തരുന്നത്. ആ PT കുട്ടികളിൽ നിന്നും മറ്റ് രക്ഷിതാക്കളിൽ നിന്നൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനാവശ്യമായിട്ടുള്ള വേതനം കൊടുത്തത്. അതിന് പകരമായിട്ട് സർക്കാർ തന്നെ അംഗീകരിക്കപ്പെടുന്ന സ്ഥിതി വരികയാണെങ്കിൽ സർക്കാരിൻ്റെ തന്നെ വേതനം കിട്ടുന്ന ഒരു സാഹചര്യം നമുക്ക് ഏർപ്പെടുത്തുകയാണ്. അപ്പോൾ അത് നമ്മുടെ ജില്ലയിൽ മാത്രം പോരാ. നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ സംഘടന നമുക്ക് തുടക്കം കുറിക്കാം. കേരളത്തിലെ പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും ഇത്തരം സംഘടനകൾക്ക് തുടക്കം കുറിക്കാൻ ഈ കാസർഗോഡ് ജില്ലയ്ക്ക് കഴിഞ്ഞു. M ശ്രുതി അധ്യക്ഷയായി. KV രാഘവൻ, PV ഗീത, VV പ്രസന്നകുമാരി, KV സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറിയായി PV ഗീതയെയും പ്രസിഡന്റായി M ശ്രുതിയെയും ട്രഷററായി KV സുകുമാരനെയും തെരഞ്ഞെടുത്തു. കോട്ടപ്പുറം അച്ചാംതുരുത്തി പാലം യാഥാർത്ഥ്യമാവാനുള്ള ജനങ്ങളുടെ കാത്തിരിപ്പിന് 7 വർഷം. സമരമുറകൾ പലതും പരീക്ഷിച്ചിട്ടും പാലം നിർമ്മാണം മന്ദഗതിയിൽ. ഇനി സമരസംഗീതം. പാട്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലും വൈറലായതോടെ പ്രതീക്ഷയുമായി നാട്ടുകാർ. തട്ടുന്നു മുട്ടുന്ന് ഇടക്കിടെ കമ്പി മുറുക്കുന്ന് കുട്ടിയോട് കണ്ട് ചിരിച്ച് പറയുന്നിതെന്തൊരു പാലം പണിയാണമ്മേ. തട്ടുന്നു മുട്ടുന്ന് ഇടക്കിടെ കമ്പി മുറുക്കുന്ന് കുട്ടിയോട് കണ്ട് ചിരിച്ച് പറയുന്നിതെന്തൊരു പാലം പണിയാണമ്മേ. ഒത്തുപിടിച്ചാലും മലയും പോരുമെന്നാണല്ലോ ചൊല്ലിയത്. ഒത്തിരി ഒത്തിരി ആശയുണ്ടല്ലോ പാലം കടന്നിടാൻ. പണിതിട്ടും പണിതിട്ടും പണിതീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ. ഈ ഗാനം നെഞ്ചേറ്റിയവരാണ് മലയാളികൾ. എന്നാൽ അത് സിനിമയിലാണെന്ന് മാത്രം. ഇവിടെ സംഗീതം ഒരു സമരമായി മാറുകയാണ്. ചെറുവത്തൂർ പഞ്ചായത്തിലെ അച്ചാന്തുരുത്തിയെയും നീലേശ്വരം നഗരസഭയെയും ബന്ധിപ്പിക്കാൻ, അതിലുപരി ഒരു നാടിൻ്റെ സമഗ്ര വികസനത്തിനും യാത്രാക്ലേശത്തിനും പരിഹാരമായേക്കാവുന്ന പാലം പ്രവൃത്തി ആരംഭിച്ച് 7 വർഷമായിട്ടും പാലം പ്രവൃത്തി ഇതുവരെയായും പൂർത്തീകരിച്ചിട്ടില്ല.
നിരവധി തവണ പരമ്പരാഗത സമരങ്ങൾ സംഘടിപ്പിച്ച് രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും നാട്ടുകാരും പ്രതിഷേധം നടത്തിയെങ്കിലും പാലത്തിന്റെ കാര്യം തഥൈവ. ഈ ദുരവസ്ഥ കേട്ടറിഞ്ഞ ചില നാട്ടുസ്നേഹികൾ ഒരു തീരുമാനമെടുത്തു. അതിന്റെ ഉൽപ്പന്നമാണ് ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്നാണല്ലോ ചൊല്ലിത്. ഒത്തിരി 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 ആശയുണ്ടല്ലോ പാലം കടന്നിടാൻ. കോട്ടപ്പുറം അച്ചാന്തുരുത്തി പാലം പണിഞ്ഞിട്ട് ഒന്ന് കാണാൻ ഒട്ടേറെ മോഹങ്ങൾ വെച്ച് നടക്കുന്നു നമ്മുടെ നാട്ടുകാർ എന്ന് തുടങ്ങുന്ന ഈ ഗാനം പാലം പണി ആരംഭിച്ച ദിവസം മുതൽ ഇന്ന് വരെയുള്ള പാലത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ചും വർഷങ്ങളായിട്ടും അത് പൂർത്തിയാകാത്തതിനെക്കുറിച്ചും ഈ മാപ്പിള ഗാനത്തിന്റെ ശൈലിയിൽ തയ്യാറാക്കിയ ഗാനം രസകരമായി അവതരിപ്പിക്കുന്നുണ്ട്. ഏതായാലും നമുക്കൊരേ പാർട്ടി, ആ പാർട്ടി നാട്ടിന്റെ നന്മക്ക് ഒത്തുപിടിക്കാം. ജനകീയ പാർട്ടി ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്നാണല്ലോ ചൊല്ലിയത്. ഒത്തിരി ഒത്തിരി ആശയുണ്ടല്ലോ പാലം കടന്നിടാൻ. ചിത്രത്തിൽ കാണുന്ന പാലം ഇവിടത്തിൽ കാണുന്നില്ല. നമ്മുടെ പാലത്തിൽ നിന്നോളം ഒരു കോലവുമായിട്ടില്ല. ചിത്രത്തിൽ കാണുന്ന സാധാരണമായ സമരമുറകൾ പരീക്ഷിച്ച് ഒന്നും ഫലവത്താകാതായപ്പോൾ ചില നാട്ടുസ്നേഹികൾക്ക് തോന്നിയതാണ് ഈ സമര സംഗീതം. ഗാനം ആലപിച്ചിരിക്കുന്നത് ആദിൽ അത്തുവാണ്. വരികൾ ചിട്ടപ്പെടുത്തിയത് അസീസ് തായനേരി. അവതരണം നടത്തിയത് അളകേശൻ തുരുത്തിയുമാണ്. സംഗീതം പല രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സയാണെന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഗീത ചികിത്സയും ഫലപ്രദമാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. പ്രധാന വാർത്തകൾ വീണ്ടും. കാസർഗോഡ് നഗരസഭയിൽ വീണ്ടും പ്രതിപക്ഷ പ്രതിഷേധം. നഗരസഭാ ഓഫീസ് BJP പ്രവർത്തകർ ഉപരോധിച്ചു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള താൽക്കാലിക നിയമന ഇന്റർവ്യൂ DYFI പ്രവർത്തകരും റാങ്ക് ഹോൾഡേഴ്സ് അംഗങ്ങളും ചേർന്ന് തടഞ്ഞു. PSC റാങ്ക് ലിസ്റ്റ് നിലവിലിരിക്കെ താൽക്കാലിക നിയമനം നടത്തുന്നത് പ്രതിഷേധാർഹമാണെന്ന് പ്രവർത്തകർ. മാനദണ്ഡങ്ങൾ പാലിക്കാതെ ജീവനക്കാരനെ സ്ഥലം മാറ്റിയതിൽ BMSന്റെ പ്രതിഷേധം. കാസർഗോഡ് KSRTC ട്രാൻസ്പോർട്ട് ഓഫീസറെ പ്രവർത്തകർ ഘെരാവോ ചെയ്തു. റേഷൻ വ്യാപാരികൾ കടകളടച്ച് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ കാസർഗോഡ് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ. മലയോര മേഖലയിലെ റോഡുകളോടുള്ള സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചുള്ള ജനകീയ സമിതി സമരം ശക്തമാകുന്നു. സെക്രട്ടേറിയറ്റ് ധർണയും മലയോര ഹർത്താലും സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ. കുടിവെള്ളമില്ലാതെ മഞ്ചേശ്വരം കുച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത്. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച കുടിവെള്ള പദ്ധതിയുടെ വൈദ്യുത ബിൽ അടക്കാത്തതാണ് 75ഓളം കുടുംബങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. കേരള വിഷൻ സാറ്റലൈറ്റ് ചാനലാകുന്നു. ആലപ്പുഴയിൽ നടന്ന COA സംസ്ഥാന കൺവെൻഷനിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ അനുമതി പത്രം കൈമാറി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.